കൂട്ടുകാരെ എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയേക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാട്ടോ. ഈ ചെടി എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. ഇതിൻ്റെ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടിട്ട് പൂക്കളൊക്കെ ഇങ്ങനെ ഫെയ്ഡായി ഉണങ്ങുന്ന ആ രൂപത്തിലോട്ട് എത്തിയിട്ടോ. ആക്ച്വലി ഇത് വന്ന് നഴ്സറിയിൽ നിന്ന് വാങ്ങിയ ചെടിയാണ്. നമ്മൾ റീൽസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നഴ്സറിയിൽ നിന്ന് വാങ്ങി അത് 4 ചെടി ഒന്നിച്ച് ഒരു പോട്ടിലാണ് ഇരിക്കുന്നത്. അവർ ചെറിയൊരു ചകിരിച്ചോറും മിക്സ് ചെയ്തിട്ടാണ് അവർ വെക്കുന്നത്. അപ്പോൾ ഇനി ഇത് ഇങ്ങനെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈഫ് പോയി. അപ്പോൾ നമ്മൾ റീപോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ശിഖരങ്ങൾ വരാനും പുതിയ മുട്ടുകൾ വരാനും പൂക്കാനും ഒക്കെ വസന്തം തീർക്കാനും ഒക്കെ ഇതിന് പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റീപോർട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻറ്റ് ലൈക്കൊക്കെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ഫുള്ളായി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം ഉണ്ടാവുള്ളൂ നമുക്ക് കേട്ടോ. അപ്പോൾ ഈ ചെടി നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വെച്ചിട്ട് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒരു കൈ കൊണ്ട് വീഡിയോ എടുത്ത് ഒരു കൈ കൊണ്ട് വേണം ഇത് ചെയ്യുന്നത്. അപ്പോൾ കാറിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഇതുണ്ട് ഈ ചെടിയൊക്കെ എന്തായാലും ഇനി നമ്മളിത് നിർത്തുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓരോ പൂവായിട്ട് വിഷമം തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പം ഇതിൻ്റെ കളറൊക്കെ ഫെയ്ഡ് ആയതുകൊണ്ട് ഓക്കെ ആണ്. പിന്നെ ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ ചെടിക്ക് ഹെൽത്തിന് ഇഷ്യൂ ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഇപ്പം തന്നെ ഉണ്ട് ഇലയൊക്കെ ഒരു ഡള്ളാവാൻ തുടങ്ങി. ഇതിവിടുന്ന് കട്ട് ചെയ്ത് കളയാണ്. ഇവിടുന്ന് ശിഖരമൊക്കെ ഇവിടെ നിന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ നല്ല വെയിലാണ്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് സ്ക്രീൻ അത്ര ക്ലിയറായി കാണുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായി കിട്ടുന്നുണ്ടോ എന്നറിയില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം വീഡിയോ ഒന്ന് കണ്ടിട്ട് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാം. കണ്ടോ? അപ്പോൾ നമ്മുടെ പൂവൊക്കെ കൊഴിഞ്ഞു വീണു. കൊഴിപ്പിച്ചില്ല നമ്മൾ അങ്ങനെ പറയാം. അപ്പോൾ ചെടിയുടെ അവസ്ഥ ഇപ്പം ഇങ്ങനെയായി. അപ്പോൾ നമ്മൾ ഇതിന്ന് എടുത്തിട്ട് ഇങ്ങനെ റീപോർട്ട് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ കമത്തിയിട്ടാണ് കേട്ടോ എടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇത് കാണിച്ചു തരാൻ പറ്റുമോയെന്നറിയില്ല. നോക്കട്ടെ കേട്ടോ. വീട്ടിലെ മണ്ണ് ഇങ്ങനെയാണുള്ളത് കേട്ടോ. കണ്ടോ? നിറയെ വലിയ വലിയ ചരലുള്ള മണ്ണാണ്. അപ്പോൾ നമ്മൾ ഇത്രയും വലിയ മണ്ണുണ്ടെങ്കിൽ ചെടികൾക്ക് വളരാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ചെയ്യുന്ന ഒരു വിദ്യയാണ് ഇത്. കണ്ടോ? ഇത് നമ്മുടെ വീട്ടിൽ കിച്ചണിൽ സ്റ്റാൻഡ് പോലെ യൂസ് ചെയ്യില്ലേ, പച്ചക്കറികളും ഉള്ളിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ സ്റ്റാൻഡിൻ്റെ മോൾ ഭാഗത്തിലെ സാധനം എടുത്തതാണ്. കണ്ടോ? നമ്മൾ ഉപേക്ഷിച്ച സാധനമാണ്. അപ്പോൾ ചെറിയ നെറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചെറിയ മണൽ അല്ലെങ്കിൽ മണ്ണ് മാത്രമാണ് ഇതിന് താഴേക്ക് പോകുള്ളൂ. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ ഹോൾസൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ചരൽ നമുക്ക് ചെടികൾക്ക് കുറച്ച് ആവശ്യമാണല്ലോ വെള്ളം കെട്ടി കിടക്കാണ്ടിരിക്കാൻ. അപ്പോൾ ഞാനിങ്ങനെ ഇത് വെച്ച് ഈ മണ്ണ് ഇങ്ങോട്ടിട്ടിട്ട് ഇങ്ങനെ അരിച്ചെടുക്കും. കണ്ടോ? നിറയെ ക്വാണ്ടിറ്റി ഇടും കേട്ടോ. കണ്ടോ? അപ്പോൾ വലിയ ചരലൊക്കെ ഇങ്ങനെ കിടക്കും. എന്നിട്ട് ഇത് കളഞ്ഞിട്ട് ചെറിയ മണൽ കണ്ടോ? ഇത് കുഴപ്പമില്ല, ഈ മണൽ മതി. ഇത് നമ്മൾ ഒത്തിരി ക്വാണ്ടിറ്റി ആകുമ്പോൾ ഒത്തിരി മണ്ണും ചെറുതായിട്ട് ചരലൊക്കെ ചേർന്ന ആ ക്വാണ്ടിറ്റിയിലേക്ക് എത്തും കേട്ടോ. കണ്ടോ? ഇങ്ങനെയാണ് ഞാൻ ചെടി നടാൻ ബൊഗൈൻവില്ലയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഈ മുരിങ്ങയുടെ മരമാണ് അതിൻ്റെ ചോട്ടിലോട്ട് വന്നേക്കുക കേട്ടോ. എന്തിനാണെന്നറിയോ? ഇപ്പം നമ്മൾ കാണിച്ചു തന്നില്ലേ, ആ മണ്ണ് നല്ല ചരൽ ഒത്തിരി കൂടുതലാണ് എപ്പോഴും ഉള്ളതിനെക്കാട്ടിലും. അപ്പോൾ ഈ മണ്ണ് കണ്ടോ? ഇത് ചിതൽപുറ്റല്ല, ഈ ഉറുമ്പുകൾ കൂട് കൂട്ടിയതാണ്. അപ്പോൾ അത് കണ്ടോ? ചിതൽപുറ്റാണെങ്കിൽ ഇങ്ങനെ ഒത്തിരി ഹാർഡായിട്ടിരിക്കില്ല. ഇതങ്ങനെ നമ്മളിങ്ങനെ ആക്കിയാൽ ഇതിങ്ങനെ വരും, പൊടിഞ്ഞു വരും. അപ്പോൾ ഇത് നൈസ് മണ്ണാണ്. അപ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് ആ ചരലുള്ള മണ്ണ് നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ, അപ്പോൾ ജമന്തിയാണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ മണ്ണിന് കണ്ടോ ഇങ്ങനെ പൊടിഞ്ഞ് നല്ല സോഫ്റ്റാണ്. ഇത് മാത്രമായിട്ട് നമ്മളിട്ട് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ എപ്പോഴും ചരലുണ്ടെങ്കിൽ വെള്ളത്തിന് ഒഴുകി പോകാനും മണ്ണ് പിടിച്ചിരിക്കാണ്ടൊക്കെ ഇരിക്കാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ മണ്ണ് നമ്മൾ നിറയെ കളക്ട് ചെയ്യുകയാണ് കേട്ടോ. ഇതാണ് നമ്മൾ അരിച്ച് വെച്ചിട്ടില്ലേ, ആ അരിപ്പയിൽ അരിച്ച് വെച്ച് മണ്ണ്.
ഇതിപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് വന്നതാണ് കേട്ടോ. ചെറിയ ഈ ചുള്ളിക്കമ്പുകളുടെയൊക്കെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. അത് കുഴപ്പമില്ല, മണ്ണിലൊക്കെ ഒലിച്ച് പോകണതാണ്. വലിയ കല്ലുകളുള്ളതൊക്കെ മാറ്റുന്നുണ്ട്. കണ്ടോ, പൂഴി മണ്ണാണ് കണ്ടോ. അപ്പോൾ നമ്മളിത് ഇതിലോട്ടിട്ട് മിക്സ് ചെയ്യാണ് കണ്ടോ. 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ അത് മിക്സ് ആയിക്കോളും. അപ്പോൾ ഈ പോട്ട് കണ്ടോ, ഇത് 6 ഇഞ്ചിൻ്റെ പോട്ടാട്ടോ. അപ്പോൾ നമ്മൾ ഇതിലോട്ടാണ് നമ്മുടെ ജമന്തി മാറ്റി വെക്കാൻ പോണത്. അപ്പോൾ ഇതെല്ലാം ഈ മണ്ണ് നിറയില്ലേ, അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇന്ന് അളന്നൊരു 4 പാത്രം ഞാൻ ഇതിലോട്ട് ഇടാൻ പോവാണ് കേട്ടോ. 2 3 ഇതപ്പോൾ 4 കേട്ടോ. അപ്പോൾ 4 പാത്രം മണ്ണ് നമ്മൾ ഇതിൽ നിറച്ചു. ഇപ്പം നമുക്ക് ജമന്തി നടാൻ അതാണ് ആവശ്യമുള്ളൂ. അപ്പോൾ അതിലേക്ക് കുറച്ച് വളം ചേർക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചെടി കുറച്ച് ചെറിയ ചെടികളാണ്, ഒത്തിരി വലുപ്പമുള്ള ചെടികളൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്യാവശ്യത്തിനുള്ള വളങ്ങൾ മാത്രമാണ് കേട്ടോ ചേർക്കുന്നുള്ളൂ. ഇത് എല്ലാത്തിനും ആവശ്യമുള്ള വേപ്പിൻ പിണ്ണാക്കാണ് കേട്ടോ. ഒരു പിടി എന്നുള്ള കണക്ക് കേട്ടോ. അത് ഞാൻ ഫസ്റ്റ് എടുത്തപ്പോൾ അത് കഴിയാറായപ്പോൾ ഫസ്റ്റ് എടുത്തപ്പോൾ കുറച്ചേ ഇട്ടുള്ളൂ. അതുകൊണ്ട് ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് ഇടുകയാണ്. ഇത് ചാണകപ്പൊടിയാണ് കേട്ടോ. ചാണകപ്പൊടി ഇത്തിരി കൂടുതലിട്ടാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ചെറിയ ചെടിയാകുമ്പോൾ എപ്പോഴും വളം ഇച്ചിരി കൊടുത്താൽ മതിയല്ലോ. കണ്ടോ, ചാണകപ്പൊടി. ഇനി എല്ലുപൊടിയും കൂടി ഇടണേ. അപ്പോൾ എല്ലുപൊടി ഇതുണ്ടോ, ഒരു കൈപ്പിടി മതി കേട്ടോ എല്ലുപൊടി. ഇതിനിപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. അത് വേറെ ഏതെങ്കിലും ചാക്കിലോ എന്തെങ്കിലും ഇട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ. നമ്മൾ വളം മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഇതും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് കോക്കോപ്പീറ്റാണ്. നമ്മൾ ചകിരി ചോറ് പറയില്ലേ, അതിൻ്റെ ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറിൽ കുറച്ച് മണ്ണ് മിക്സ് ചെയ്തിട്ട് ഞാൻ വേറൊരു ചെടി നടാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ആയതാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് കുറച്ചൊന്ന് വിതറി കൊടുക്കാം. അപ്പോൾ വെള്ളം ഇനി വെയിൽക്കാലം അല്ലേ, അപ്പോൾ വെള്ളമൊക്കെ കുറച്ച് തണുപ്പ് നിലനിർത്താനും പിന്നെ വേരോടാനൊക്കെ നന്നായി സഹായിക്കുമല്ലോ. നമ്മൾ ഇതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മണ്ണ് നമ്മൾ കറക്റ്റായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇനി നമ്മുടെ അടുത്ത പണി എന്താണ്? അപ്പോൾ മണ്ണൊക്കെ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രം കണ്ടോ, ഈ 6 ഇഞ്ച് പോട്ടിലാണ് നമ്മൾ നടാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ചരലാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. ഓടിൻ്റെ കഷ്ണം കിട്ടിയില്ല, അപ്പോൾ ചരല് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള എന്താ പറയുക, നമുക്ക് കയ്യിൽ കിട്ടുന്ന എന്താണോ അത് ആവശ്യം കറക്റ്റായ കാരണത്തിന് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇപ്പം ഞാൻ ചരലിട്ടത് നമുക്ക് വെള്ളം പുറത്തു കൂടെ ഡ്രെയിനേജ് വഴി പോവുകയും ചെയ്യും. പിന്നെ ഈ ചെറിയ മണ്ണുകൾ പുറത്ത് പോകാണ്ടിരിക്കുകയും വേണം അല്ലേ. അപ്പോൾ നമ്മളിങ്ങനത്തെ ഈ 4 പാത്രവും ഇങ്ങനെ മണ്ണിട്ടിട്ട് നിറയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 4 പോട്ടും നിറച്ചു. ഇപ്പോൾ ഇത്ര കുറച്ചീശേ നിറച്ചിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ചെടി വെച്ചതിന് ശേഷം എത്ര ഹൈറ്റിൽ മണ്ണ് വേണമെന്നനുസരിച്ച് ചെടി വെച്ച് അതിന് ശേഷം ബാക്കി നമുക്ക് മണ്ണിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ചെടിയുണ്ട്. കണ്ടോ, ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചാൽ മതി. ഇപ്പം ഇത് നമ്മൾ കോക്കോപ്പീറ്റൊക്കെ ഇട്ടിട്ടല്ലേ, ചകിരിച്ചോറ് മാത്രം ഇട്ടിട്ടാണ് അവർ ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ കണ്ടോ, പെർലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇതിൽ നല്ല വേര് വന്നിട്ടുണ്ട്, കാണുന്നുണ്ടോ? സൂപ്പറായിട്ട്. അത് ഈ 4 ചെടിയുടെ വേരാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് അടർത്തി എടുക്കുമ്പോൾ ഈ വേര് പൊട്ടിയിട്ട് ചെടികൾക്ക് എന്തെങ്കിലും ആവുക എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഉണ്ടോ, ഇതിപ്പോൾ ശരിക്കും ഒരു പോട്ട് പോലെ തന്നെ ഉണ്ടല്ലേ, പോട്ടിൻ്റെ ഷേപ്പിൽ മാറി. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ മെല്ലെ ഇവിടെ നിന്ന് അടർത്തി എടുക്കുകയാണ്. ഇത് മൊത്തത്തിൽ ഇതാണ്ടോ, മൊത്തത്തിൽ പിടിച്ചിങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. മെല്ലെ ചെറുതായിട്ട് വേരൊക്കെ പൊട്ടിപ്പോവും, എങ്കിലും പറ്റുന്നിടത്തോളം മെല്ലെ. കണ്ടോ, ഈ വേരൊക്കെ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഇരുന്ന വേരൊക്കെ പൊട്ടിയിട്ടുണ്ട്. മെല്ലെ അങ്ങനെ എടുക്കാം കേട്ടോ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിച്ചിരിക്കുവാണ് വേരുകൾ.
ഇങ്ങനെ ഓരോ ചെടിയായിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇളക്കി എടുത്ത ചെടി തണ്ട ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെക്കാം. ഇത് നോക്കുമ്പോൾ ഈ കടഭാഗം കണ്ടോ, കുറച്ച് മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്തിരി മണ്ണ് മാറ്റി കൊടുക്കാനുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇത്തിരി മണ്ണ് നമുക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് അത് വെച്ചിട്ട് മണ്ണ് ഫില്ല് ചെയ്യാം. ഒന്ന് താഴ്ത്തി കൊടുക്കാം. ഉണ്ടോ, ഇത്ര ആവശ്യമുള്ളൂ. ഇനി നമുക്ക് മണ്ണിട്ട് കൊടുക്കാം കേട്ടോ. നിൽക്കുമോയെന്നറിയില്ല, ഒരു കൈ കൊണ്ടാണ് ഞാൻ തന്നെ മണ്ണിടാൻ പോവുക. കാരണം മറ്റേതും കൊണ്ട് ഇതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടണം എന്നില്ല, തട്ടിപ്പോവും, ചെടിയേ ചെരിഞ്ഞു പോവും. അപ്പോൾ ഇങ്ങനെ മണ്ണിട്ടിട്ട് ഫില്ല് ചെയ്യാം കേട്ടോ. ചെടി നടാനെടുത്തപ്പോൾ കണ്ടോ, ഇതിൻ്റെ ചെറിയ ചെറിയ തൈ വരുന്നതാണ്. നമുക്കിപ്പോൾ അതിൽ നിന്ന് അത് അടർത്തിയെടുക്കാൻ പറ്റില്ല, കാരണം വേര് മൊത്തം പൊട്ടിപ്പോവും. കണ്ടോ, ഇതൊരു ചെറിയ തൈയാണ്, തണ്ട് ഇവിടെ ഒരു ചെറിയ തൈയാണ്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ തന്നെ നടാൻ പോവുകയാണ്. ഇത് ഇച്ചിരി വലുതാവുമ്പോൾ നമുക്ക് എഗെയിൻ ഇത് റീപോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനലായിട്ട് നമ്മുടെ ചെടികളൊക്കെ സൂപ്പറായിട്ട് നമ്മൾ നട്ടിട്ടുണ്ട് കേട്ടോ. 4 ചെടികൾ നട്ടിട്ടുണ്ട് കണ്ടോ. സൈഡിൽ ഇത് നമ്മൾ അത്യാവശ്യം മണ്ണ് നിറച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇനി നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ച് മണ്ണൊന്ന് ഇരുന്ന് പോകും കേട്ടോ, താഴത്തോട്ട് പോവും. അപ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലെ നല്ല വെള്ളം, നമ്മൾ ഏത് ചെടി നട്ട് കഴിഞ്ഞാലും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണിത് കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുക്കുക പറഞ്ഞ്. ഇത് കുറച്ച് ശക്തി കുറഞ്ഞ ചെടി ആയതുകൊണ്ട് കുത്തി ഒഴിക്കാൻ പാടില്ല. നമ്മളിതിന് മുകളിൽ കൂടെ ഒഴിച്ചപ്പോൾ വെയിലല്ലേ, അപ്പോൾ അത് കുറച്ചും കൂടെ ഇപ്പോൾ വേരുകളിൽ നിന്നൊക്കെ പൊട്ടി വന്നിട്ടല്ലേ, അപ്പോൾ ഒന്നും കൂടെ ഉഷാറായിരിക്കും. കുറച്ചും കൂടെ വെള്ളം ഞാൻ ഒഴിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. നമുക്ക് ഇതേപോലെ ഗാർഡനിങ്ങും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകളൊക്കെ ആയിട്ട് ഇനിയും വരും. പിന്നെ ഈ ചെടികളുടെ അപ്ഡേറ്റ്, ഇത് എന്തായി, മുളച്ചോ എന്താന്നൊക്കെ ഉള്ള അപ്ഡേറ്റ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ. ഇതൊരു ചെടിയും നട്ടതിന് ശേഷമില്ലേ, നമ്മൾ ഫസ്റ്റ് വെള്ളം ഒഴിക്കണം എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരു കാര്യമാണ്, ആ ചെടികൾ വെയിൽ കൊണ്ട് പെട്ടെന്ന് വാടിക്കഴിഞ്ഞാൽ അതിന് വേരിൽ നിന്ന് വെള്ളം സ്വീകരിക്കാനുള്ള കഴിവൊന്നും ആയിട്ടില്ലല്ലോ, 2-3 ദിവസം ആവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ തണലത്ത് വെക്കുക. ഇതിപ്പോൾ ഡയറക്റ്റ് സൂര്യപ്രകാശം ഏൽക്കും, പക്ഷേ ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശം ഏൽക്കില്ല, ഒരു നിഴലുള്ള ഭാഗമാണ്. അപ്പോൾ അവിടെ വെച്ചേക്കുന്നത് കണ്ടോ. നമ്മൾ മുന്നേ ഇത് റീപോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടോ, മഹാറ ഓറഞ്ചിൻ്റെ തൈയാണ്. അപ്പോൾ അതും അങ്ങനെ 2-3 ദിവസമായി വെച്ചിട്ട് ഇനി അത് ഇന്ന് എടുത്തിട്ട് വെയിലിലോട്ട് ഞാൻ മാറ്റി വയ്ക്കും. അപ്പോൾ ഇതും ഈ 4 ചട്ടികളും നമ്മളിവിടെ 2-3 ദിവസം വെച്ചതിന് ശേഷം നല്ല വേരൊക്കെ വെള്ളം എടുക്കാനുള്ള ത്രാണിയൊക്കെ വന്നതിന് ശേഷമാണ് കേട്ടോ. കുറച്ചൊരു ഡയറക്റ്റ് സൺലൈറ്റിക്ക് വെക്കണില്ല, കുറച്ച് വെയിൽ കിട്ടുന്നിടത്തേക്ക് വെച്ചിട്ട് പിന്നെ നല്ല സൺലൈറ്റ് കിട്ടുന്നിടത്തേക്ക് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ചെടിയുടെ അപ്ഡേറ്റാണ്. ഞാൻ മുന്നേ കലാഞ്ചോ പ്ലാന്റിൻ്റെ പറഞ്ഞില്ലേ, അതിൻ്റെ ഇലകളിൽ നിന്ന് ചെടി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കണ്ടോ, കാണുന്നുണ്ടോ റിസൾട്ട്? ഞാൻ ഫസ്റ്റ് ടൈം തന്നെയാണ് ചെയ്യുന്നത്. ഇത് കണ്ടോ, പുതിയ ചെടി ഉണ്ടായി വരുന്നത് കണ്ടോ. ഇതിലൊരു 5-6 ലീഫ് നട്ടു എന്നാണ് ഓർമ്മ. അപ്പോൾ 1 മാസത്തിന് മുകളിലായി. 1 മാത്രം അങ്ങനെ വന്നിട്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ പക്ഷേ ഈ ഇലകളൊക്കെ കണ്ടോ, ഈ 2 ഇലകളും നശിച്ചൊന്നും പോയിട്ടില്ല. അപ്പോൾ അതിലും വരുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുണ്ടോ, ഇതിന് വലിയ ചെടി ഇപ്പോൾ വേരൊക്കെ വന്നതുകൊണ്ടാണ് ഇവിടെ മുളച്ച് വരുന്നത്. അപ്പോൾ ഇതിന് കുറച്ചും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെടിയായിട്ട് രൂപപ്പെട്ട് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഇനി ഉള്ള വീഡിയോയിലൊക്കെ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നമ്മൾ ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.